വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് ഒരാളാണെങ്കിൽ അത് വേറെ ആരുമല്ല, അത് നന്ദനയായിരിക്കും. ഇനി 2 പേരാണ് പുറത്തു പോകുന്നതെങ്കിൽ അത് നന്ദനയ്ക്ക് ശേഷം വരുന്നത് നോറയായിരിക്കും. ഇനി 3 പേരാണെങ്കിൽ അത് മൂന്നാമത്തെ ആള് സായി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്രമത്തിലാണ് വോട്ടിങ്ങിന്റെ ക്രമം പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പം നിലവിൽ 10 പേരാണുള്ളത്. ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. എന്തായാലും ബാക്കി 2 പേരെ അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും ഇവിടെ നിറക്കി വിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു എവിക്ഷൻ മാത്രം ഈ ആഴ്ച നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, പറയാൻ കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ 2 അതിൽ കൂടുതലോ എന്തായാലും എവിക്ഷൻ ഉറപ്പായിട്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം പുറത്തു പോകുന്നത് അത് നന്ദനയായിരിക്കും. കാരണം നന്ദനയ്ക്ക് പൊതുവെ വോട്ട് കുറവാണ്. നന്ദന ചുമ്മാ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് വോയിസ് ഉണ്ടെന്നല്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് വലിയൊരു പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അത് വന്ന സമയം തൊട്ടേ നന്ദന അവിടെ കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇപ്പം നന്ദനയ്ക്ക് 2 ഗൈഡും കൂടെ വന്നിട്ടുള്ള സ്ഥിതിക്ക് ഒരു അനിയൻ ബാബ, ചേട്ടൻ ബാബ, അനിയത്തി ബാബ, ഇങ്ങനെ ഒരു ഗെയിമാണ് ഇപ്പോൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം നന്ദനയ്ക്ക് അവിടെ ഒരു ഇത് കിട്ടുന്നു എന്നുള്ളതല്ലാതെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ നന്ദനയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ട്. അതുകൊണ്ട് നന്ദനയാണ് ഒന്നാമത് പോകാൻ ചാൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ളത് നോറയാണ്. നോറയ്ക്ക് വോട്ട് കുറവാണ്. അപ്പോൾ നോറ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നോറ അവിടെ നിന്ന് അത് സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വന്ന സമയം തൊട്ടേ കാണാം. ഒത്തിരി ഇമോഷണലി വീക്ക് ആണെങ്കിലും നോറ അവിടെ നിന്നിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.